തീർച്ചയായും ഇവിടെ എന്തായാലും സർക്കാർ നിലപാട് ഇന്നിപ്പോൾ കർശന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം പരിഹാരത്തിൻ്റെ കാര്യത്തിൽ നിലപാട് വന്നിരിക്കുന്നു. മറ്റൊന്ന് തലവരി പണത്തിൻ്റെ കാര്യത്തിൽ പലരും ഉന്നയിച്ച വിഷയങ്ങൾ സഭയ്ക്കകത്ത് തന്നെ മുന്നോട്ട് വെച്ച തലവരി പണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകുകയാണെങ്കിൽ അത് വിജിലൻസിലേക്ക് കൈമാറുന്നു. ഇങ്ങനെ ഒക്കെയുള്ള നിലപാടുകൾ ഇച്ഛാശക്തിയോടുകൂടി തന്നെയാണോ സ്വീകരിക്കുന്നത്? മറുവശത്ത് കേവലം ഒരു സമരം എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടുപോകാനാണോ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? ശ്രീ ഷിജു ഖാൻ. ഷിജു, ദിനകർ, ഇതൊരു വലിയ വിഷയമായി മാറുമ്പോഴും ഒരു ആത്മാർത്ഥമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും നേതാക്കന്മാർക്ക് എവിടെയും മക്കളെ പഠിപ്പിക്കാം, പക്ഷേ സ്വാശ്രയ കോളേജുകളുമായി ഒരു ബന്ധവുമില്ല എന്ന അർത്ഥത്തിലേക്ക് ചർച്ചകൾ വരികയും സമരങ്ങൾ പോവുകയും ചെയ്യുമ്പോഴാണ് ഈ ഇരട്ടത്താപ്പ് പൊളിച്ചെഴുതേണ്ടി വരുന്ന സാഹചര്യം. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ ഏതൊക്കെയാണ് ഈ 25 നേതാക്കന്മാർ? മക്കളൊക്കെ എവിടെയാണ് പഠിച്ചത്? അവിടെയൊക്കെ തന്നെ സാമൂഹ്യ നീതി അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 25 UDF പ്രമുഖരായിട്ടുള്ള UDF നേതാക്കളുടെ മക്കൾ ആണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടുകയും അത് സ്വാഭാവികമായും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്നുള്ളത് സ്വാഭാവികമായും രക്ഷിതാക്കളുടെയും മക്കളുടെയും അല്ലെങ്കിൽ നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ നമുക്ക് അതിനെ ഖണ്ഡിക്കാൻ കഴിയുകയില്ല. എങ്കിൽ കൂടിയും അവിടെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ പ്രവേശനം നേടി എന്നുള്ളിടത്താണ് ഇതിൻ്റെ ധാർമ്മികത നിലനിൽക്കുന്നത്. ഒരു വശത്ത് സ്വാശ്രയ ഫീസ് വർധനവിനെതിരെ സമരം നടത്തുന്നു, അപ്പോൾ അതിൻ്റെ മറുവശം കാണുന്നില്ല എന്നുള്ള വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ മക്കൾ എങ്ങനെ പ്രവേശനം നേടി എന്നുള്ളിടത്താണ് ഇതിൻ്റെ ധാർമ്മികത നിലനിൽക്കുന്നത്. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ MK മുനീർ, അബ്ദുറബ്ബ്, സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ സത്യാഗ്രഹ സമരം നടത്തുന്ന N ഷംസുദ്ദീൻ്റെ മകൾ ഉൾപ്പെടെ പഠിക്കുന്നത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലാണ്. ഇവിടെ ലക്ഷങ്ങൾ കോഴ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ തലവരി പണം കൊടുത്തുകൊണ്ടാണ് ഇവർ പഠിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതല്ല എങ്കിൽ ഫീസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ തലവരി പണം കൊടുത്തല്ല എങ്കിൽ മറിച്ച് ചില ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവേശനം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും ഇത് അഴിമതി തന്നെയാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് സ്വാശ്രയ മെഡിക്കൽ മുഴുവൻ മാനേജ്മെൻറ്റുകളുമായി കരാറിലെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. 10ഓളം കോളേജുകളിൽ മാത്രമാണ് കരാറിൽ എത്തിയിരുന്നത്. ബാക്കിയുള്ള കോളേജുകളിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ടാണ് ഇവർ പ്രവേശനം നടത്തിയിരുന്നത് എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് LDF സർക്കാർ മാനേജ്മെൻറ്റുകളുമായി ചർച്ച നടത്തുകയും 20ഓളം കോളേജുകളെ ഈ കരാറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും 50% മെറിറ്റ് സീറ്റിലും സർക്കാർ പറയുന്ന ഫീസിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലും NRI സീറ്റിലും ഉൾപ്പെടെ സർക്കാർ നിശ്ചയിച്ച ഫീസിൽ പഠിപ്പിക്കാൻ കഴിയുകയും മുഴുവൻ സീറ്റുകളിലും നീറ്റ് മെറിറ്റിൽ നിന്നും കുട്ടികളെ പ്രവേശിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. അതിനപ്പുറം തലവരി പണം വാങ്ങുന്ന ഓരോ മാനേജ്മെൻറ്റിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള നിലപാടുമായി സർക്കാർ രംഗത്ത് എത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ തലവരി പണം വാങ്ങുകയാണെങ്കിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് UDFൻ്റെ സമരം, പ്രതിപക്ഷത്തിൻ്റെ സമരം കേവലം രാഷ്ട്രീയ സമരമായി മാറുന്നു എന്ന ആക്ഷേപം ഭരണപക്ഷം ഉന്നയിക്കുന്നത് എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രജീഷ്, കൂടുതൽ മുൻ മന്ത്രിമാരുടെയൊക്കെ തന്നെ നേതാക്കന്മാരുടെയൊക്കെ തന്നെ മക്കളുടെ ഡീറ്റെയിൽസ് കൂടി ലഭിക്കുന്നുണ്ടോ? ദിനകർ, ആര്യാദൻ മുഹമ്മദിൻ്റെ, സണ്ണി ജോസഫ് MLA ഇവരൊക്കെ തന്നെ സഭയിൽ, സണ്ണി ജോസഫിനെ പോലെയുള്ളവർ, ഷംസുദ്ദീനെ പോലെയുള്ളവരൊക്കെ സഭയിലെടുത്ത നിലപാടുകൾ ഇതൊക്കെ തന്നെ അസ്ഥാനത്താവുകയാണോ? മക്കളെ പഠിപ്പിക്കാം, പക്ഷേ അവിടെയാണ് ധാർമ്മിക പ്രശ്നം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇത്രത്തോളം സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായി ഇടപഴകിയിട്ടുള്ള നേതാക്കളാണ് ഇവരെന്നൊക്കെ വെളിവാവുകയാണോ? ഇപ്പോൾ M സ്വരാജ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സ്വരാജ്, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണോ ജനപക്ഷത്തേക്ക്? കാരണം നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ഷംസുദ്ദീൻ MLAയുടെ മകൾ പോലും കരുണ എന്ന് എടുത്തു പറയേണ്ട സാഹചര്യമാണ്. കരുണയിൽ പഠിക്കുന്ന അവസ്ഥ. ഇതൊക്കെ സാമൂഹ്യ നീതിക്ക് വേണ്ടി വാദിക്കുന്ന നേതാക്കന്മാരുടെ മറ്റൊരു മുഖം വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നതാണോ? ശ്രീ സ്വരാജ്, ഇവിടെ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സങ്കല്പം തന്നെ ഇടതുപക്ഷത്തിന് നയപരമായി യോജിപ്പുള്ള ഒരു കാര്യമേ അല്ല. ഇത് കേരളത്തിൽ ആരംഭിച്ചത് UDF ആണ്. ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹം 2 സ്വാശ്രയ കോളേജ് തുടങ്ങുമ്പോൾ
ഒരു സർക്കാർ കോളേജിന്റെ ഫലം ലഭിക്കും എന്ന പ്രചരണമാണ് നടത്തിയത്. അതിനുശേഷം മാനേജ്മെന്റുകൾ വഞ്ചിച്ചു എന്ന് വിലപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാശ്രയ ഭൂതത്തെ കുടം തുറന്ന് പുറത്തുവിട്ടത് ഇവരാണ്. ഇവരുമായുള്ള ഇടപാടുകളിലൂടെയാണ് കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ തലപൊക്കിയത്. തുടർന്നും അവരുടെ ക്യാപിറ്റേഷൻ ഫീ കൊള്ളയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസിയെ പോലെയാണ് UDF സർക്കാർ പെരുമാറിയത്. ഇതിന്റെ മറുപുറമാണ് UDF നേതാക്കന്മാരായ MLA-മാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കന്മാരുടെ മക്കളോ പേരക്കുട്ടികളോ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു എന്നതല്ല പ്രശ്നം. സ്ഥാപനങ്ങൾ പഠിക്കേണ്ടത് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് അഥവാ NRI സീറ്റുകളിലാണ് പ്രവേശനം. അത് മെറിറ്റ് അടിസ്ഥാനത്തിലല്ല. അത് NRI സ്റ്റാറ്റസ് ഒന്നും ഇല്ലാതെയും NRI ആയിട്ട് പ്രവേശനം നേടുകയാണ്. ആ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് UDF-ന്റെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങളിപ്പോ പുറത്തു വിട്ടിട്ടുള്ള വാർത്ത. ഇത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്തയുടെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത്. അന്യ സംസ്ഥാനത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ ലോബിയുമായും UDF നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് നേരിട്ടുള്ള ബന്ധവും ഇടപാടുകളും ഉണ്ട്. അതിന്റെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കർണാടകയിലുള്ള കാടുസൊന്നപ്പനഹള്ളി എന്ന സ്ഥലത്തെ കോശി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനം, സ്വാശ്രയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് തന്നെ കർണാടകയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒന്നും ആയിരുന്നില്ല. കേരളത്തിലെയും മന്ത്രിയായിരുന്നില്ല. മന്ത്രി അല്ലാതിരിക്കുന്ന സമയത്ത്, കേരളത്തിൽ UDF പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ ചെന്നതും ഉദ്ഘാടനം ചെയ്തത്. കർണാടകയിൽ ബാംഗ്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള കമ്മനഹള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള കുപ്രസിദ്ധമായ ഒരു നഴ്സിംഗ് കോളേജ്, സ്വാശ്രയ നഴ്സിംഗ് കോളേജ്, അതിന്റെ സഹോദര സ്ഥാപനങ്ങൾ, അതിന്റെ എല്ലാം പ്രചരണ ബ്രോഷറിൽ മലയാളി വിദ്യാർത്ഥികളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ വേണ്ടി ചേർത്തിട്ടുള്ള ചിത്രം തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായ സുരാജ്, ദയവായി താങ്കൾ പറഞ്ഞ വസ്തുത വളരെ സുപ്രധാന വസ്തുതകളാണ്. അതിലേക്ക് ഞാൻ മടങ്ങിയെത്താൻ ദയവായി. ഇപ്പോൾ കൃഷ്ണദാസ്, സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ശ്രീ കൃഷ്ണദാസ്, കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയിലേക്ക് വരുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ തന്നെ കോളേജുകളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ തന്നെ മക്കൾ പഠിക്കുന്നത് അതൊരു പ്രശ്നമേ അല്ല. പക്ഷേ മെറിറ്റിലല്ല പഠിക്കുന്നത്, വലിയ തുക നൽകി പഠിക്കുന്ന സാഹചര്യം, ഇതൊന്നും കാണാതെയാണോ ഇന്നിപ്പോൾ ഇവരൊക്കെ സഭയിലടക്കം നടത്തുന്ന സമരങ്ങൾ? ഇതിലൊരു ധാർമ്മികതയുടെ വശം താങ്കൾ കൂടി കാണുന്നുണ്ടോ ശ്രീകൃഷ്ണദാസ്? അതിനകത്ത് പ്രതികരിക്കാൻ ഞാൻ ഈ വേളയിൽ തയ്യാറല്ല. കാരണം രാഷ്ട്രീയപരമായി അസോസിയേഷൻ കക്ഷി ചേരാൻ ഇപ്പൊ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം, അത്തരത്തിലുള്ള പല കാര്യങ്ങളും പല കോളേജുകളും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ സമരം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യം വളരെ വലുതാണ്. കാരണം അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്തു, കോളേജുകളിലെല്ലാം തന്നെ ക്ലാസ് തുടങ്ങി. ഇനിയിപ്പോ സമരം എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറ്റാത്തൊരവസ്ഥയിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രതിപക്ഷത്തിനോട് ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഈ സമരം അവസാനിപ്പിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കഷ്ടപ്പെടുത്താതെ ഇനിയുള്ള ദിവസങ്ങളിൽ അധ്യയനം മുടങ്ങാതെ നഷ്ടപ്പെടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഈ വേളയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതായത് കൃഷ്ണദാസ്, എന്തായാലും കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ കൈകളും ശുദ്ധമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിവാകുന്നതാണ്. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സർക്കാരിന് ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ തലവരിപ്പണത്തിന് വേണ്ടി പോലും സർക്കാർ ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ അത് വിജിലൻസിന് കൈമാറുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സമരം അത് ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ കേവലം ചില അജണ്ടകളുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നു, അങ്ങനെ വേണോ നിങ്ങൾക്ക് താങ്കൾക്കുൾപ്പെടെയുള്ള എല്ലാവർക്കും കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം? എനിക്ക് ഇതിനകത്ത് 2 കാര്യം വളരെ വ്യക്തമായി പറയുവാനുണ്ട്. ഒന്ന്, ഇന്നിപ്പോ ഈ തലവരി പണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം ഇതിനകത്ത് ഈ കോളേജിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് വ്യാജേന മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പല ഏജന്റുമാരും ഈ റോഡുകളിൽ നിന്നും പല റൂമുകളിൽ ഇരുന്നുകൊണ്ടും പല ലിസ്റ്റുകളും പരിശോധിച്ചുകൊണ്ട്, വെബ്സൈറ്റിൽ അവൈലബിൾ ആയ ലിസ്റ്റുകൾ പരിശോധിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ കോളേജിന്റെ ഇന്ന ആളാണ്, നിങ്ങൾ വരൂ, ഞങ്ങൾ അഡ്മിഷൻ മേടിച്ചു തരാം. അത്തരത്തിലുള്ള കെണിയിൽപ്പെടുന്ന രക്ഷിതാക്കളാണ് ഇന്ന് സത്യത്തിൽ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കോളേജിൽ ജെയിംസ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അഡ്മിഷനിൽ എല്ലാ കോളേജുകളും തന്നെ ആവശ്യപ്പെടുന്നത്, ഫോണിൽ വിളിച്ചാൽ പോലും ആവശ്യപ്പെടുന്നത് ഇത്ര രൂപ ഫീസ്, അത്ര തന്നെ ഡിപ്പോസിറ്റും അതിന്റെ മറ്റു ചെലവുകൾ ഉൾപ്പെടെ ഇത്ര, അതുകൊണ്ട് നിങ്ങൾ വന്നാൽ ഞങ്ങൾ അഡ്മിഷൻ തരാം. കാരണം ഇന്നത്തെ അവസ്ഥ എന്താ,
മിനിഞ്ഞാന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇത്ര കർശനമായ നിലപാടുള്ളത് കൊണ്ട് പലർക്കും ബാങ്ക് ഗ്യാരണ്ടി സംഘടിപ്പിക്കാൻ സമയം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് പല കോളേജുകളും കൊടുക്കുകയും ചെയ്തു. അതിന്റെ ശ്രീ കൃഷ്ണദാസ്, അതൊക്കെ തന്നെ വസ്തുതകളാണ്. ഞാൻ ഒരു കാര്യം കൂടി, ഈ ഘട്ടത്തിൽ നിങ്ങൾ സമരം അത് വ്യർത്ഥമായിട്ട് നടത്തുന്നു എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടത് പല നേതാക്കന്മാരുടെയും 25ഓളം ആളുകളുടെ ഒക്കെ തന്നെ നേതാക്കന്മാരുടെ മക്കളാണ് ഈ സ്വാശ്രയ കോളേജുകളിൽ, നിങ്ങളുടെ കോളേജുകളിൽ പഠിക്കുന്നതെന്ന് പറയുന്നത്. പലപ്പോഴെങ്കിലും ഫീസ് പോലും വാങ്ങാതെ അവർക്കൊക്കെ പഠനം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം താങ്കളെ പോലുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ താങ്കളുടെ അസോസിയേഷനിലെ അംഗങ്ങൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായും പല അസോസിയേഷൻ മെമ്പർമാരും ആ ഒരു അഭിപ്രായവും ആ ഒരു കാര്യങ്ങൾ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെ വസ്തുത എനിക്ക് എത്രയാണെന്ന് കൃത്യമായി അറിയില്ല. കാരണം എന്റെ കോളേജിൽ അത്തരത്തിൽ അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് തെളിച്ചു പറയാനും സാധ്യമല്ല. മറ്റു കോളേജുകളിൽ പല മെമ്പർമാരും ആ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ അവർക്കുള്ള അനുഭവം അവർ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് മറ്റു നിറം നൽകണോ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ സ്വരാജ് ടെലിഫോണിലുണ്ടല്ലോ, ലൈനിലുണ്ടല്ലോ. അവിടെയാണ് ശ്രീ കൃഷ്ണദാസിനെ പോലെയുള്ളവർ അടക്കം പറയുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സമരം നടത്തിയ ശ്രീ ഷംസുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്നത് കരുണ, പിന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ ഇന്ന് അല്പസമയം മുമ്പ് സഭയിൽ അദ്ദേഹം ഇന്ന് സമരത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് തോന്നുന്നു, മകളാണെന്ന് തോന്നുന്നു, മകൾ, പിന്നെ KNA ഖാദർ തുടങ്ങിയ ലീഗ് എംഎൽഎമാരുടെയും കോൺഗ്രസ് മുൻ മന്ത്രിമാരുടെയും ഒക്കെ തന്നെ വലിയ പട്ടിക. എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് സ്വാശ്രയവുമായി യാതൊരു ബന്ധവുമില്ല, എല്ലാ മെറിറ്റുകളും അല്ലെങ്കിൽ അട്ടിമറിച്ചത് നിങ്ങളുടെ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ്. ഈ വസ്തുതകൾ ശ്രീ കൃഷ്ണദാസ് കൂടി പേരെടുത്ത് പറയാതെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ ഉള്ളുകളി വെളിച്ചെത്ത് വരികയാണോ ശ്രീ സ്വരാജ്? തീർച്ചയായും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും ഒരു UDF നേതാവിന്റെ മകനോ മകളോ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതല്ല ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറിച്ച് ആനുകൂല്യം പറ്റി, സ്വാശ്രയ മാനേജ്മെന്റിന്റെ ആനുകൂല്യം പറ്റി മാനേജ്മെന്റ് സീറ്റിലും NRI സീറ്റിലും ഒക്കെയായി പഠിക്കുന്നു. നിയമാനുസൃതം റാങ്ക് ലിസ്റ്റിൽ മുൻപിൽ വന്ന് മെറിറ്റ് സീറ്റിൽ വന്നവരല്ല. മാനേജ്മെന്റിന്റെ ആനുകൂല്യം മാനേജ്മെന്റിന്റെ വരാണ്. അതുകൊണ്ട് മാനേജ്മെന്റിനോടുള്ള വിധേയത്വം UDFന് ഒളിപ്പിച്ചു വെക്കാനാവില്ല. അതാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നിട്ടുള്ള കാര്യം. ഇവരെടുത്തിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും എല്ലാം മാനേജ്മെന്റുകൾക്ക് അനുകൂലമായിരുന്നു. ഈ സംവിധാനം തന്നെ ആരംഭിച്ചത്, ഈ സ്വാശ്രയ വിദ്യാഭ്യാസ തട്ടിപ്പിന് കേരളത്തിൽ തുടക്കം കുറിച്ചതും ഇവരുടെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ മറ്റൊരു ഘട്ടം എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാനത്തിന് പുറത്തും ഈ വിദ്യാഭ്യാസ കച്ചവട ലോബിയുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് UDF. ഇപ്പൊ നടത്തുന്ന സമരവും അവർക്ക് വേണ്ടിയുള്ള സമരമാണ്. ആത്മവഞ്ചനാപരമായ നിലപാടല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവരെ എതിർക്കുന്ന, ഈ സമരത്തിന്റെ ഭാഗമായി എതിർക്കുന്ന സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റ് അല്ലെങ്കിൽ NRI സീറ്റ്, ഉയർന്ന ശ്രീ സ്വരാജ്, അവിടെയാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. PT തോമസിന്റെ മകൻ കർണാടകയിൽ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന വിശദാംശങ്ങളാണ് ലഭിക്കുന്ന കർണാടകയിലെ തുങ്കൂറിൽ പഠിക്കുന്നു. അതും ഇതേ ഞെട്ടിക്കുന്ന മാനദണ്ഡത്തിൽ. KNA ഖാദറിന്റെ മരുമകൻ. ഇതൊക്കെ വലിയൊരു മരുമകൾ കുംഭകോണം പോലെ വരികയാണ് ശ്രീ സ്വരാജ്. ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ഓരോ നിമിഷങ്ങൾ കഴിയും തോറും പുറത്തേക്ക് വരുന്നത്. അതായത് പകലിൻ്റെ മറവിൽ, ഞാൻ നേരത്തെ ആവർത്തിക്കുന്നു, ഒരു നയവും മറുവശത്ത് യഥാർത്ഥ വസ്തുതകൾ വെളിവാക്കുന്നു അവരുടെ ചെയ്തികൾ. ഇതിനെ രണ്ടിനെയും കൂടി ഒന്ന് വിശകലനം ചെയ്താൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആത്മവഞ്ചനാപരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അവനവനോടെങ്കിലും സത്യസന്ധത കാണിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ കൈമോശം വന്നു പോകുന്നത് ആ തരത്തിലുള്ള രാഷ്ട്രീയ സത്യസന്ധതയാണ്. തീർച്ചയായും UDFന്റെ രാഷ്ട്രീയ നേതൃത്വം വിശദീകരിക്കണം. ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മളിവിടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ക്യാപിറ്റേഷൻ ഫീസ് നൽകിയിട്ടാണോ പഠിക്കുന്നത്? ആണെങ്കിൽ ആ ക്യാപിറ്റേഷൻ ഫീസിന്റെ സോഴ്സ് വെളിപ്പെടുത്തണം. ഇനി അതല്ല, ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിയിട്ടല്ല ചേരുന്നതെങ്കിൽ കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് ക്യാപിറ്റേഷൻ ഫീസേ ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇപ്പൊ നടത്തുന്ന സമരത്തിനും അർത്ഥമില്ലാതാവും. യഥാർത്ഥത്തിൽ UDF ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ശ്രീമതി ടീച്ചർ, ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ നിയമസഭയിൽ മറുപടി പറയുന്ന സമയത്ത് ഒരു ചെറിയ സൂചന കൊടുക്കുകയുണ്ടായി. UDF നേതാക്കന്മാരുടെ മക്കൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ആനുകൂല്യം പറ്റി മാനേജ്മെന്റിന്റെ ഔദാര്യത്തിന് പാത്രമായി പഠിക്കുന്നതിനെ സംബന്ധിച്ച് ആ സമയത്ത് എന്റെ ചില യുവ സുഹൃത്തുക്കളായ കോൺഗ്രസ് MLA എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചു. അവർക്ക് ബഹളം വെക്കാം, കാരണം അവർക്ക് MBBS പഠിക്കാൻ പ്രായമായ മക്കളൊന്നുമില്ല.
പക്ഷെ മുതിർന്ന നേതാക്കന്മാരെല്ലാം കുറ്റബോധത്തോടെ തലകുനിച്ചിരിക്കുകയായിരുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കേരളീയ സമൂഹം ഇത് കൂടുതൽ ചർച്ച ചെയ്യും. ശ്രീ സ്വരാജ്, കുംഭകോണം പോലെയുള്ള ആ തലത്തിലേക്ക് നമുക്ക് വിവക്ഷിക്കേണ്ടി വരുന്നു എങ്കിൽ ഇതിനൊരു മറുവശമുണ്ട്. ഇന്നിപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൂടി വിജിലൻസിന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് വരികയാണോ ഇത്തരം ഇടപെടലുകൾ? കാരണം വൻതോതിൽ ക്യാപിറ്റേഷൻ ഫീസ് ഇവരൊക്കെ നൽകിയിരിക്കുന്നു. ഇതിലേക്കൊക്കെ ഒരു അന്വേഷണത്തിന്റെ തലം കൂടി വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടോ ശ്രീ സ്വരാജ്? തീർച്ചയായിട്ടും അങ്ങനെ വേണം ന്യായമായി ഊഹിക്കാൻ. മാത്രവുമല്ല, പുറത്തു വന്നിരിക്കുന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. ഇത് ഗൗരവതരമായ ഒരു അന്വേഷണം, ഒരു സ്വതന്ത്രവും നീതിപൂർവമായ അന്വേഷണം നടത്താൻ കഴിയുന്ന ഒരു ഏജൻസി അന്വേഷിക്കേണ്ട വിഷയമാണ്. കേരളത്തിലെ കഴിഞ്ഞ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇത്രയധികം ആളുകളുടെ മക്കൾ ഈ പറയുന്നത് പോലെ മാനേജ്മെന്റ് സീറ്റുകളിൽ പഠിക്കുമ്പോൾ അവർക്ക് ആ സീറ്റുകളിൽ പഠിക്കുന്നതിന് ക്യാപിറ്റേഷൻ ഫീസ് നൽകിയിരുന്നോ? നൽകിയെങ്കിൽ അതിന്റെ സോഴ്സ്, അതില്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഔദാര്യം സ്വീകരിച്ചതിന്റെ ഭാഗമായി മാനേജ്മെന്റിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതെല്ലാം വലിയ അഴിമതിയാണ്, കുംഭകോണമാണ്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ സ്വാശ്രയ മാനേജ്മെന്റുകളാൽ നയിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് എന്നതിന്റെ സൂചനയിലേക്കാണ് വെളിച്ചം വീശുന്നത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം അനിവാര്യമായി വരും. ഞങ്ങൾ ഔദ്യോഗികമായി അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവായി തുടരുക. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ടെലിഫോണിലുണ്ടോ, ലൈനിലുണ്ടോ? യെസ്. ഇതാണ് സ്വാശ്രയ കുംഭകോണം. ആ കുംഭകോണമാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടുകളാണ്, യഥാർത്ഥ കുംഭകോണത്തിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വന്നാൽ, കാരണം അന്വേഷണ ഏജൻസി അതിനുള്ള തെളിവുകൾ തന്നാൽ അത് ആ രീതിയിൽ അന്വേഷണം നടത്താനുള്ള സാധ്യത തുറന്നിടുമ്പോൾ താങ്കൾക്കൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. ചിലതെങ്കിലും പറയാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും താങ്കൾക്ക് വ്യക്തമാക്കാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, ഈ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. കേരളത്തിൽ ഈ വർഷത്തെ അഡ്മിഷൻ ഒരു കാരണവശാലും ഒരു കോളേജും തന്നെ അനധികൃതമായി എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല, അതിനുള്ളൊരു അവസരവും ഉണ്ടായിട്ടില്ല. ഇത് രണ്ടും കൂട്ടി വായിക്കണം. അത് മാത്രമല്ല, ശ്രീ ജെയിംസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ കർശനമായാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവസരം കൊടുത്ത വിദ്യാർത്ഥികൾ പോലും കോളേജുകളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഇന്ന് ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു ആ വിദ്യാർത്ഥികൾക്കെതിരെ. ആ വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുന്നു, കോസ്റ്റ് അടക്കം കൊടുത്തുകൊണ്ട് ഇത്തരം തെറ്റായ കോളേജുകളെ കരിവാരിത്തേക്കുന്ന അല്ലെങ്കിൽ ഈ കമ്മിറ്റികളെ കരിവാരിത്തേക്കുന്ന ഈ നടപടികൾ പിന്മാറണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കോസ്റ്റ് കൊടുത്തിരിക്കുന്നു. കോടതി ചെലവ് വഹിക്കാൻ ഇപ്പൊ ഉച്ചയ്ക്ക് ഓർഡർ വരെ വന്നിരിക്കുന്നു. അതിനർത്ഥം കേരളത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല. ഇപ്പൊ ഉള്ളത് ഡിപ്പോസിറ്റ് മേടിക്കുന്നുണ്ട്, ബാങ്ക് ഗ്യാരണ്ടിയും മേടിക്കുന്നുണ്ട്. ഡിപ്പോസിറ്റ് ഭീമമായ തുകയാവുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കോഴയാണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പ്രതിപക്ഷം അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെത് നിങ്ങൾ പറയുന്ന വ്യർത്ഥമായ സമരമാണെങ്കിൽ ഈ രീതിയിൽ മറുവശത്ത് വെളിവാകുന്നത് ഇവരുടെയൊക്കെ 25-ലേറെ അതിൽ മുൻമന്ത്രിമാരുണ്ട്, നേതാക്കന്മാരുണ്ട്. ഇവരുടെയൊക്കെ തന്നെ മക്കൾ പഠിച്ച രീതികളും അവിടെ അവലംബിച്ച മെറിറ്റിലല്ലാതെ നൽകിയ പണം, വലിയ തോതിലുള്ള പണം നൽകി പഠിച്ച സാഹചര്യങ്ങൾ, ഇതൊക്കെ സ്വരാജ് സൂചിപ്പിച്ചതുപോലെ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമാണുള്ളത്. അത്രത്തോളം കുംഭകോണം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സോഴ്സുകൾ എവിടെ? ഇങ്ങനെയൊക്കെ ഒരു അന്വേഷണ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടി ഇടപെടലുകൾ അവിടെ ആവശ്യമായി വരികയാണ്. തീർച്ചയായും ഞാൻ പറയട്ടെ, ഇപ്പൊ മുൻ വർഷങ്ങളിൽ എന്ത് നടന്നു എന്നുള്ളതല്ല, ഈ വർഷം ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന ഇപ്പോഴത്തെ കരാറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ ഈ വർഷം വളരെ കർശനമായി ഇത്തരത്തിലുള്ള പ്രവണതകളെ തടുത്തു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻകാലങ്ങളിൽ എന്ത് നടന്നു എന്നുള്ളതല്ല, ഒരു പക്ഷെ മുൻകാലങ്ങളിൽ നടന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വെപ്രാളത്തിന്റെ ഭാഗമായി നടക്കുന്ന സമരകോലാഹലങ്ങളായിരിക്കാം ഇത്. അതിന് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ തുടർന്നു പോവാതെ ഇതെത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് കേരളത്തിൽ സമാധാനപരമായ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാണെന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ശ്രീ കൃഷ്ണദാസ് വ്യക്തമാക്കുന്നുണ്ട്, പല നേതാക്കന്മാരും യഥാർത്ഥ വസ്തുതകൾ താങ്കൾക്കൊക്കെ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ചില അംഗങ്ങളെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം ഫീസ് പോലും വാങ്ങാതെ ഇത്തരം നേതാക്കന്മാരുടെ മക്കളെ പഠിപ്പിക്കേണ്ടി വരുന്ന ഗതികേടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ എന്തായാലും ഈ ഒരു സമരത്തിന് നമ്മൾ ഇവരൊക്കെ ഞെളിഞ്ഞ് നടത്തുന്ന സമരത്തെ നിങ്ങൾക്കൊക്കെയുള്ള ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആളുകൾക്ക് പുച്ഛിച്ച് തള്ളേണ്ടി വരുന്ന ഒരവസ്ഥയാണുള്ളത്, അല്ലേ കൃഷ്ണദാസ്? ഞാൻ അതിന് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ.
അല്ല, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചത്, താങ്കൾ തന്നെയാണല്ലോ സൂചിപ്പിച്ചത്, ചില അംഗങ്ങളെങ്കിലും ഞാൻ- അങ്ങനെ ഒരു പരാതി ഞാൻ- പറഞ്ഞതായി. ഞാൻ- ഞാൻ- ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വളരെ വ്യക്തമായിരുന്നു. ഇനി വീണ്ടും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. യെസ്, വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്. താങ്ക് യു, ഒപ്പം താങ്ക് യു, താങ്ക് യു. ശ്രീ സ്വരാജ് ചർച്ചയിൽ പങ്കുചേർന്നതിന്. ദിനകർ, കൂടുതൽ MLA-മാരുടെ, ലീഗ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടും അവിടെ മെറിറ്റ് ഇല്ലാതെ അഡ്മിഷൻ നേടിയ ആളുകളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുതായി ആഡ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പ്രജീഷ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതോടൊപ്പം MK മുനീർ, അബ്ദുൾ റബ്ബ്, N ഷംസുദ്ദീൻ എന്നിവരുടെ മക്കളെ കൂടാതെ പല പ്രമുഖരുടെയും പേരുവിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. PT തോമസിൻ്റെ മകൻ, KNA ഖാദർ MLA-യുടെ മരുമകൾ, ആബിദ് ഹുസൈൻ തങ്ങളുടെ മകൻ, പാറക്കൽ അബ്ദുള്ള MLA-യുടെ മകൻ, ആര്യാടൻ മുഹമ്മദിൻ്റെ ചെറുമക്കൾ, സണ്ണി ജോസഫ് MLA-യുടെ മകൻ തുടങ്ങി 25ഓളം വരുന്ന പ്രമുഖരുടെ മക്കൾ പഠിക്കുന്നത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലാണ് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നു എന്നുള്ളത് അവരുടെ മാത്രം പഠിക്കാനുള്ള അവകാശം അവർക്കുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇവരുടെ മക്കൾക്ക് അവിടെ എങ്ങനെ പ്രവേശനം നേടി എന്നുള്ളിടത്താണ് ഇതിൻ്റെ ധാർമ്മികത ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ഈ കോളേജുകളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുത്തുകൊണ്ട്, ഒന്നുകിൽ കോഴ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ധാരണയുടെ അടിസ്ഥാനത്തിൽ, ഈ കോളേജ് മാനേജ്മെൻറ്റുകളുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ, അത്തരത്തിൽ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ മാനേജ്മെൻറ്റുകൾക്ക് ഈ നേതാക്കൾ എന്ത് ഫേവറായിട്ട് എന്ത് ചെയ്തു നൽകി എന്നുള്ള ചോദ്യം ഉയർന്നു വരും. രണ്ടായാലും അഴിമതിയുടെ ഗണത്തിൽ വരുന്നു. കോഴ കൊടുത്താണ് ഇവർ അഡ്മിഷൻ വാങ്ങിയത് എങ്കിൽ, ഇവരുടെ മക്കൾക്ക് അഡ്മിഷൻ വാങ്ങിയത് എങ്കിൽ സ്വാഭാവികമായും ഇതിൻ്റെ സോഴ്സ് അവർ വെളിപ്പെടുത്തേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുകയാണ് എങ്കിൽ സ്വാഭാവികമായും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തലവരി പണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇവരുടെ ധാർമ്മികത ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാശ്രയ സമരം ഇവർ നടത്തുമ്പോൾ മറുവശത്ത് ഇവരുടെ മക്കൾ ലക്ഷക്കണക്കിന് കോഴ നൽകിക്കൊണ്ട്, തലവരി പണം നൽകിക്കൊണ്ട് ഈ തരം സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റ് കോളേജുകളിൽ അഡ്മിഷൻ നേടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നേടിയ സാഹചര്യം. ശ്രീ സണ്ണി ജോസഫ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സണ്ണി ജോസഫ്, താങ്കളുടെ മകൾ അഞ്ജു ജോസഫ് അഡ്മിഷൻ പരിയാരത്താണ് നേടിയിരിക്കുന്നത്. ശ്രീ സണ്ണി ആണല്ലോ? അതെ, എന്റെ മകള് പരിയാരത്ത് MBBS കഴിഞ്ഞല്ലോ. അവിടെ 24,945 റാങ്ക് അല്ലേ പട്ടികയിൽ? എനിക്ക് കൃത്യം ഓർമ്മയില്ല. 2006 MBBS കഴിഞ്ഞപ്പോ പാസ്സായി. മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ. അതെ, അന്ന് മാനേജ്മെന്റ് കോട്ടയിലാണ് അഡ്മിഷൻ വാങ്ങിയത്. അതായത് മെറിറ്റിൽ അല്ലാണ്ട് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ വാങ്ങി. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ വാങ്ങി എൻട്രൻസ് ലിസ്റ്റിൽ നിന്ന് എടുക്കാമെന്നായിരുന്നു വ്യവസ്ഥ. ഇന്നിപ്പോൾ ഈ പറയുന്ന മറിച്ചു വരുന്ന ഈ കാര്യങ്ങൾ, കാരണം ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ്. താങ്കളെ പോലെയുള്ള MLA-മാർ, മുൻ മന്ത്രിമാർ അടക്കമുള്ള ആളുകളുടെ ഒക്കെ കൂട്ടത്തോടെയുള്ള മക്കളുടെ പട്ടികയാണ് എന്തായാലും പുറത്തേക്ക് വരുന്നത്. ഇവിടെ ധാർമ്മികതയ്ക്കും അപ്പുറത്തേക്ക് ഇതിപ്പോൾ ഒരു അഴിമതിയുടെ തലത്തിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. അന്വേഷണം കൂടി ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. എല്ലാ ഈ PT തോമസിന്റെ അടക്കം അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. ലണ്ടനിൽ പഠിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് കേൾക്കാം ടെലിഫോൺ കേൾക്കാം, പറഞ്ഞോളൂ. ലണ്ടനിലായിട്ട് പഠിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ലോൺ എടുക്കും. ശ്രീ സണ്ണി ജോസഫ്, ടെലിഫോൺ ലൈനിൽ എന്തോ ഒന്നുകൂടി ഞാൻ വരികയാണ്. ശ്രീ സണ്ണി ജോസഫ് കേൾക്കാമെങ്കിൽ പറയാം, താങ്കൾക്ക് പറയാം തുടർന്ന് പറഞ്ഞ കാര്യം. എന്റെ മകൾക്ക് എൻട്രൻസിൽ എലിജിബിലിറ്റി ഉള്ളത് കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ മാനേജ്മെന്റ് കോട്ടായിൽ മാനേജ്മെന്റിൽ 10 ലക്ഷം രൂപ പരിയാരം മെഡിക്കൽ കോളേജിന് റെസീറ്റ് പ്രകാരം, അതായത് 24,945 വരെ വരുന്ന റാങ്ക് പട്ടികയിലുള്ള ആൾ എങ്ങനെ അവിടെ അഡ്മിഷൻ ക്യാപിറ്റേഷൻ ഫീസോ ഒക്കെ നൽകാതെ അതങ്ങനെ താങ്കൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ? എങ്ങനെ അഡ്മിഷൻ ലഭിക്കും? വ്യവസ്ഥ എൻട്രൻസ് ലിസ്റ്റിൽ നിന്ന് എടുക്കാമായിരുന്നു. അതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. ഞാൻ ക്യാപിറ്റേഷൻ ഫീസ് സഹകരണ മെഡിക്കൽ കോളേജാ. ശ്രീ സണ്ണി ജോസഫ്, ക്യാപിറ്റേഷൻ ഫീ എത്ര കൊടുത്തു, എങ്ങനെ കൊടുത്തു? ഞാൻ 10 ലക്ഷം രൂപ എന്റെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ബാങ്ക് വായ്പ എടുത്തു. വീട് വിറ്റും 10 ലക്ഷം രൂപ കൊടുത്തു. യെസ്, ഇവിടെ ഈ കൂട്ടത്തോടെയുള്ള നേതാക്കന്മാരുടെയാണ് അന്വേഷണം ആ തരത്തിലേക്കാണ് വരുന്നത്. കാരണം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാം. നിങ്ങള്
കാര്യങ്ങളിൽ പാളിച്ച വന്നു കഴിഞ്ഞിട്ട് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ നിയമസഭയിൽ തന്നെ വെല്ലുവിളിച്ചായിരുന്നല്ലോ ആരോഗ്യമന്ത്രിയെ. ആരോഗ്യമന്ത്രി അല്ലല്ല ഇവിടെ പ്രശ്നം ശ്രീ സണ്ണി ജോസഫ് സാശ്രയ മാനേജ്മെന്റുകളുമായി ഒരർത്ഥത്തിലും ബന്ധമില്ല എന്ന് പറയുന്ന നേതാക്കന്മാർ എന്തേ? കാരണം ഇന്ന് ഷംസുദ്ദീൻ MLA മകൾ പഠിച്ചിരിക്കുന്നത് കരുണയിലാണ്. PT തോമസിന്റെ മകൻ. ഈ പല അർത്ഥങ്ങൾ നോക്കുമ്പോൾ ഉളിപ്പില്ലാതെ എങ്ങനെ ഇതിനെയൊക്കെ എതിർക്കാൻ പറ്റും ശ്രീ സണ്ണി ജോസഫ്? ഒരു കാരണവുമില്ല. അതിന്റെ അകത്ത് യാതൊന്നുമില്ല. ധാർമ്മിക പ്രശ്നം ഒന്നുമേ ഇല്ല. ധാർമ്മിക പ്രശ്നം താങ്കൾ ഒന്നും കാണുന്നില്ല. ഞങ്ങൾ എതിർത്തതിന്റെ കാരണം എന്താ? ഞങ്ങൾ എതിർത്തതിന്റെ കാരണം ഇന്ന് അന്യായമായിട്ടുള്ള 4 ലക്ഷം രൂപ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്റെ മകൾ പഠിക്കുമ്പോൾ 2 ലക്ഷമായിരുന്നു. 4 ലക്ഷം രൂപ ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു കോളേജിലും ഇല്ലാത്ത പോലെ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഉത്തരം മുട്ടി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കാര്യമില്ല. അല്ലല്ല ഇവിടെ ജനപക്ഷത്തിലേക്ക് വരുമ്പോൾ ശ്രീ കൂട്ടത്തോടെ എല്ലാ പറയുന്ന നേതാക്കന്മാർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ശംസുദ്ദീൻ അടക്കം താങ്കളടക്കമുള്ള MLA-മാരൊക്കെ തന്നെ നിശിതമായ സഭയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് ഇതാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ലേ ശ്രീ സണ്ണി ജോസഫ്? പിണറായി വിജയന്റെ മകനോടെ പഠിച്ചേ? പിണറായി വിജയന്റെ മകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അന്വേഷിക്കാൻ? നിങ്ങൾ 5 വർഷം ശ്രീ സണ്ണി ജോസഫ് എനിക്ക് ലണ്ടനിലേക്കാൻ എനിക്ക് കാശില്ല. ഏത് രീതിയിലാണ് പഠിച്ചതും വിദ്യാഭ്യാസ വായ്പയുടെ ഒക്കെ തന്നെ വ്യക്തമായ രേഖകളും തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട് ശ്രീ സണ്ണി ജോസഫ്. എനിക്ക് ലണ്ടനിലേക്കാൻ ഇവിടെ ശ്രീ സണ്ണി ജോസഫ് എവിടെ പഠിക്കുന്നു എന്നുള്ള വിഷയമല്ല. ക്യാപിറ്റൽ ഇവിടെ ഫീസ് ഏത് രീതിയിൽ ഏത് മാനദണ്ഡത്തിലാണ് അഡ്മിഷൻ നേടിയത്? കൂട്ടത്തോടെ അതിലേക്കാണ് വരുന്നത്. അതിന് മറുപടി പറയൂ ശ്രീ സണ്ണി ജോസഫ്. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്റെ വീട് വിറ്റും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്തുമാണ് എന്റെ മകളെ പഠിപ്പിച്ചത്. ഒരു ജോലിയും ചെയ്യാത്ത പിണറായി വിജയന്റെ മകനും മകളും എങ്ങനെ വിദേശത്ത് പഠിച്ചു? അതും കൂടെ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഭരിച്ച 5 വർഷം ആ സമയത്തൊക്കെ തന്നെ അന്വേഷിക്കാനുള്ള സാധ്യതകളുള്ള ആരോപണങ്ങളായി വന്നതാണല്ലോ ശ്രീ സണ്ണി ജോസഫ്. ആയിക്കോട്ടെ അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ. പക്ഷേ ശ്രീ സണ്ണി ജോസഫ് എങ്ങനെ ഈ പകൽ സമയങ്ങളിൽ താങ്കളടക്കമുള്ളവർ സഭയിൽ ഈ യാതൊരു ബന്ധവും മാനേജ്മെന്റും ഇല്ല എന്ന് ആവർത്തിക്കുകയും MES-ന്റെ ഫസൽ ഗഫൂർ അടക്കം ചർച്ചയിൽ പറഞ്ഞു, കൃഷ്ണദാസ് അടക്കം പല നേതാക്കന്മാരുടെയും തനി നിറം സംബന്ധിച്ച തെളിവുകൾ നൽകാൻ തയ്യാറാണെന്ന് അല്പസമയം മുമ്പ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ ശ്രീ സണ്ണി ജോസഫ്. ഇതിന്റെ ഉള്ളറയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പലരും മാറും ശ്രീ സണ്ണി. പരിയാരം മെഡിക്കൽ കോളേജ് ഒരു സഹകരണ കോളേജാണ്. ആ കോളേജിന് രേഖാമൂലം റെസീറ്റിൽ ആ കോളേജിന് സംഭാവന കൊടുത്ത് മാനേജ്മെന്റ് സീറ്റ് എൻട്രൻസ് കമ്മീഷണർ നടത്തിയ പരീക്ഷ മകൾ ലോൺ അവിടുത്തെ ഫീസ് എന്റെ കാര്യം ഞാൻ ചോദിക്കുന്നു, ചാനലുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വിദേശത്ത് പഠിച്ചത് എന്നും കൂടി ഒന്ന് അന്വേഷിക്കണം. തീർച്ചയായും ശ്രീ സണ്ണി ജോസഫ് എല്ലാ അന്വേഷണങ്ങളും നടക്കട്ടെ. എന്തായാലും ഈ വിജിലൻസിന്റെ പരിധിയിൽ കൂടി ഇത് കൂട്ട കുംഭകോണം പോലെ വരികയാണല്ലോ ശ്രീ സണ്ണി ജോസഫ്. വരട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ശ്രീ സണ്ണി ജോസഫ്, പ്രിവിലേജ് സീറ്റിലാണോ പ്രവേശനം ലഭിച്ചത് താങ്കളുടെ മകൾക്ക്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. എനിക്കൊന്ന് അവ്യക്തത ഉണ്ടായിരുന്നു. താങ്കൾ പറയുന്നതിൽ ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നിരുന്നു. ആവർത്തിക്കാം താങ്കൾക്ക്. മെഡിക്കൽ കോളേജിന് റെസിപ്റ്റിൽ പേയ്മെന്റ് നടത്തിയിട്ടാണ് എന്റെ മകൾ അവിടെ ശാസ്ത്രീയ മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. 2006 പഠിച്ചു, പരീക്ഷ പാസ്സായി, ഇപ്പൊ ഡോക്ടറായി. ശ്രീ സണ്ണി ജോസഫ്, മെറിറ്റ് ആയിരുന്നില്ല, അത് താങ്കൾ സമ്മതിക്കുന്നു? അതായത് മാനേജ്മെന്റ് സീറ്റിലേക്ക് എത്ര രൂപ താങ്കൾ പണം നൽകി, എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? ഇത് രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തം. ഹലോ, അതെ റേഞ്ചിന്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് താങ്കൾക്ക് ഒന്നുകൂടി പ്രാവശ്യം പറഞ്ഞു. ഞാൻ എന്റെ കണ്ണൂരിലെ വീട് വിറ്റ് ബാങ്ക് ലോൺ എടുത്തും
10 ലക്ഷം രൂപ മാനേജ്മെന്റിന് കൊടുത്തിട്ടാണ് മാനേജ്മെന്റിന്റെ പ്രിവിലേജ് സീറ്റ് വാങ്ങി മകളെ പഠിപ്പിച്ചത്. 10 ലക്ഷം 10 ലക്ഷം രൂപ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം താങ്കൾ മനസ്സിലാക്കുന്നുണ്ട്? അതായത് രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള ആനുകൂല്യമല്ലേ, അത് കിമ്പളമല്ലേ, ആ പരിധിയിൽ വരുന്നില്ലേ ശ്രീ സണ്ണി ജോസഫ്? അല്ലല്ല, മാനേജ്മെന്റിന്റെ പ്രിവിലേജ് സീറ്റ് ഉണ്ടായിരുന്നു. മാനേജ്മെന്റ് ആ സീറ്റുകളുടെ കാര്യത്തിൽ മാനേജ്മെന്റിന് യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കാം. ശ്രീ 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 സണ്ണി ജോസഫ്, പ്രിവിലേജ് എന്ന് പറയുന്നത് അത് യഥാർത്ഥ വസ്തുത അല്ലല്ലോ, അതിന്റെ അല്ലല്ലോ, അത് അഴിമതിയുടെ ഭാഗമല്ല. അതിന്റെ ക്ലാരിഫിക്കേഷൻ താങ്കൾ ഒന്ന് മനസ്സിലാക്കൂ ശ്രീ സണ്ണി ജോസഫ്. എന്ത് ക്ലാരിഫിക്കേഷനാ? മെറിറ്റ് ഇല്ലാത്ത മറ്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അതായത് മെറിറ്റിനെ ഓവർടേക്ക് ചെയ്തു സീറ്റുകളൊന്നും തെറ്റായിരുന്നു. ശ്രീ സണ്ണി ജോസഫ്, പ്രിവിലേജ് സീറ്റിന്റെ എക്സ്പ്ലെയിൻ അതൊന്ന് വിശദീകരിക്കൂ താങ്കൾ. അത് ഏത് അർത്ഥത്തിലാണ്? കാരണം അത് യഥാർത്ഥ നേരെ പോക്കല്ലല്ലോ ശ്രീ സണ്ണി ജോസഫ്. പ്രിവിലേജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ അറിയാമോ? വാട്ട് ഡസ് ദ ടേം പ്രിവിലേജ് മീൻസ്? ഈ പ്രിവിലേജ് സീറ്റുകളാണല്ലോ ശ്രീ സണ്ണി ജോസഫ് അധാർമികമെന്ന് കണ്ട് പിന്നീട് റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അധാർമികമല്ല, അത് അന്ന് പ്രിവിലേജ് സീറ്റ് ഉണ്ടായിരുന്നു. ശ്രീ സണ്ണി ജോസഫ്, ഈ 10 ലക്ഷം എന്ന് താങ്കൾ പറയുന്നു കാരണം മെറിറ്റ്, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ മാത്രം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒരു മാനദണ്ഡം വരുന്ന പ്രിവിലേജ്, ഇവിടെ അന്തരം നോക്കൂ. ബാക്കിയുള്ള അങ്ങനെയുമില്ല. അത് നിങ്ങൾ വേറെ രാഷ്ട്രീയ നേതാക്കന്മാരെ മക്കളൊന്നും പരിഹാരത്ത് അങ്ങനെ പഠിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ മക്കൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അങ്ങനെയല്ല. ശ്രീ സണ്ണി ജോസഫ്, ഒരു കാര്യം കൂടി, താങ്കളുടെ കാര്യം പറയുന്നു. ഈ രമേശ് ചെന്നിത്തല താങ്കളുടെ നേതാവ് അമൃത നൽകിയിരിക്കുന്നത് 1 കോടി രൂപ, അതിന്റെ സോഴ്സ് എവിടെ? അതെ ഞാൻ പറയുന്നത് ശരിയല്ല, എനിക്കറിയില്ല. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. അവിടുത്തെ ഫീസ് 3 കോടി രൂപയാണ്. എനിക്കറിയില്ല. കൊടുത്തില്ലെങ്കിൽ അഴിമതിയല്ലേ ശ്രീ സണ്ണി ജോസഫ്? ഇത് നൽകിയിട്ടില്ലെങ്കിൽ അഴിമതിയല്ലേ? താങ്കളുടെ സ്വന്തം നേതാവിന്റെ, ശ്രീ സണ്ണി ജോസഫ്, സ്വന്തം നേതാവിന്റെ കാര്യം അറിയാം. താങ്കളുടെ ഗ്രൂപ്പിലെ സ്വന്തം നേതാവിന്റെ കാര്യം അറിയാതെ താങ്കൾ സഭയിൽ ഒരു കാരണവശാലും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. അതാണ് ഇവിടെ ഈ രണ്ട് നീതി. കഴിഞ്ഞ കാര്യങ്ങളല്ലേ അടിയന്തര പ്രമേയത്തിന്റെ അടിയന്തര പ്രമേയം ഇക്വാലറ്റി അഡ്മിഷൻ സംബന്ധിച്ച് മനസ്സിലായോ? ശ്രീ സണ്ണി ജോസഫ് ഒന്നും വേണ്ട, താങ്കൾക്ക് അവകാശമുണ്ടല്ലോ, എടുക്കാൻ താങ്കളും കഴിയുമല്ലോ. 25 നേതാക്കളുടെ, UDF-ന്റെ ഉണ്ട്, ലീഗ് നേതാക്കൾ, ഇന്നെന്തേ ഏറ്റവും അവസാനമായി ഇന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ, നിരാഹാരം അനുഷ്ഠിക്കുന്ന ഏറ്റവും പുതിയ MLA, ഇന്ന് കയറിയ MLA, 25 MLA മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്ന രീതി മാത്രം പരിശോധിക്കുക. യാതൊരു മെറിറ്റിലുമല്ല. താങ്കൾക്ക് പരിശോധിക്കാം അത്. താങ്കൾ സഭയിൽ നൽകിയ വ്യക്തിയാണല്ലോ. ശ്രീ സണ്ണി ജോസഫ്, സ്വന്തം പ്രതിപക്ഷ നേതാവിന്റെ മകൻ എവിടെ പഠിക്കുന്നു, അതിന്റെ മാനദണ്ഡം എന്ത് എന്ന് ചിന്തിക്കാതെ എങ്ങനെ ശ്രീ സണ്ണി ജോസഫ് ഈ സമരവുമായി ഇറങ്ങുമ്പോൾ ജനം ഇത് ചിന്തിക്കില്ല? ഈ രീതി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ശ്രീ സണ്ണി ജോസഫ്, സ്വന്തം വീട്, ശ്രീ സണ്ണി ജോസഫ് ആദ്യം സ്വന്തം വീട് നന്നാക്കും, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കുന്നില്ലേ ശ്രീ സണ്ണി ജോസഫ്? നല്ലത് ആദ്യം നിങ്ങളുടെ 25 ശ്രീ സണ്ണി ജോസഫ്. ഈ വ്യവസ്ഥയിൽ മാനേജ്മെന്റ് സീറ്റ് നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ആ മാനേജ്മെന്റ് സീറ്റിൽ അപേക്ഷ നൽകി അഡ്മിഷൻ വാങ്ങുന്നത് തെറ്റല്ല. അപ്പോൾ ക്യാപിറ്റേഷൻ ഫീസ് എത്രയാണ്? ഏത് താങ്കൾ ഈ പറഞ്ഞ മാനേജ്മെന്റ് കോട്ട അതിലുണ്ടല്ലോ ക്യാപിറ്റേഷൻ ഫീസ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കേസ്, എനിക്ക് ഐ ക്യാൻ എക്സ്പ്ലെയിൻ മൈ കേസ്.
എങ്കിൽ പിന്നെ താങ്കൾ എന്തിനാ ഈ പറയുന്ന സഭയിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തം തലയിൽ ഏറ്റിക്കൊണ്ട് താങ്കളുടെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ മകൻ എവിടെ പഠിച്ചു? ഇന്ന് നിരാഹാരം കിടക്കുന്ന ഷംസുദ്ദീൻ MLA കരുണയിൽ മകൾ പഠിക്കുന്നത് കരുണ എന്താ സർക്കാരിന് ഒരു സീറ്റ് പോലും വിട്ടു നൽകാതെ കോഴ വാങ്ങിക്കുന്ന കരുണ ശ്രീ സണ്ണി ജോസഫ്. ഇതൊക്കെ ആദ്യം ശ്രീ സണ്ണി ദയവായി മനസ്സിലാക്കുക. What foolishness you are asking me? What nonsense you are asking me, my dear man? ശ്രീ സണ്ണി ദയവായി അല്ലല്ല ശ്രീ സണ്ണി ജോസഫ് ദയവായി താങ്കൾ അസഹിഷ്ണുതയിലേക്ക് പോകരുത്. ഒറ്റ ഉത്തരം. ഈ 25 നേതാക്കന്മാരുടെ വസ്തുത അത് സത്യമോ അസത്യമോ? ശ്രീ സണ്ണി 25 നേതാക്കന്മാർ പഠിക്കുന്നത് ശരിയായ വഴിയിലാണോ? താൻ എന്ത് വിട്ടു? എന്റെ കേസ് ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാം ഉത്തരം പറഞ്ഞു. താൻ ചോദിച്ചു, ഞാൻ എല്ലാം ഉത്തരം പറഞ്ഞു. ശ്രീ സണ്ണി ജോസഫ് ഒറ്റ ചോദ്യം താങ്കൾ കേൾക്കണം. ശ്രീ സണ്ണി ദയവായി സഹിഷ്ണുതയോടെ കേൾക്കണം. താങ്കളുടെ നേതാവ് ഈ രമേശ് ചെന്നിത്തലയുടെ മകൻ MBBS PG പഠിച്ചത് ഏത് രീതിയിൽ? അതിനൊരു ഉത്തരം നൽകണം. ഈ കേൾക്കുന്ന ജനങ്ങൾക്കൊക്കെ താങ്കൾ ദയവായി അതിന് മറുപടി താങ്കൾ പറയുക. പിണറായി വിജയന്റെ മക്കൾ ലണ്ടനിൽ പഠിച്ചതും രമേശ് ചെന്നിത്തലയുടെ മക്കൾ ഇവിടെ ശ്രീ സണ്ണി ജോസഫ് പിണറായി വിജയന്റെ മകനും മകളും ഒക്കെ പഠിച്ചത് ഏത് രീതിയിലാണ്? ഇതിന്റെ ഇൻകം ടാക്സ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടടക്കം ഹൈക്കോടതിയിൽ കൊടുത്തു. ഇതിന്റെ രേഖകളടക്കമുണ്ട് ശ്രീ സണ്ണി ജോസഫ്, എല്ലാ റിപ്പോർട്ടുകളും. അതിനല്ലേ പറഞ്ഞത് രണ്ടും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആ തലങ്ങളിലേക്ക് പോയിട്ടില്ലല്ലോ ശ്രീ സണ്ണി. ശ്രീ രമേശ് ചെന്നിത്തല നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, ഞാൻ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മക്കൾ വിദേശത്ത് പഠിച്ചതും അതിന്റെയൊക്കെ തന്നെ ശ്രീ സണ്ണി താങ്കൾ കൂടി കിട്ടുമല്ലോ. ശ്രീ സണ്ണി ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസി അന്വേഷിച്ചു. അത് ഹൈക്കോടതിയിൽ അതിന്റെ റിപ്പോർട്ട് കൊടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്, നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇതൊക്കെ കൊടുത്തു. അതിന്റെ ഒരു തലങ്ങളിലേക്കൊന്നും ഈ പറയുന്ന രമേശ് ചെന്നിത്തല നിങ്ങളുടെ നേതാവ് ഇന്ന് സഭയിൽ സമരം നടത്തുന്ന നിങ്ങളുടെ നേതാവിന്റെ മകനെ സംബന്ധിച്ച് എന്ത് വ്യക്തത താങ്കൾക്ക് ആത്മാർത്ഥമായി നൽകാൻ കഴിയും? ഞാനിത് രണ്ടും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയന്റെ മകൻ വിദേശത്ത് പഠിച്ചതും രമേശ് ചെന്നിത്തലയുടെ മക്കള് മാതാമൃതാനന്ദ കോളേജ് മകൻ മാനവാനന്ദ കോളേജ് പഠിച്ചതിന്റെ വിശദാംശം ഞാൻ പഠിച്ചിട്ടില്ല. ഇത് രണ്ടും ഞാൻ പഠിച്ചിട്ടില്ല. ശ്രീ സണ്ണി ജോസഫ്, ഇതിൻ്റെ എല്ലാ കണക്കുകൾ താങ്കൾ പറയുന്നത് പോലെ ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ എല്ലാ കണക്കുകളും അത് അന്വേഷിച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ സർക്കാരിന്റെ സമയത്ത് കേന്ദ്ര ഏജൻസി അത് അന്വേഷിച്ചതാണ്. അതല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട് ശ്രീ സണ്ണി. ഞാൻ അന്വേഷിച്ചിട്ടില്ല. അത് അറിയില്ലെങ്കിൽ അത് അറിഞ്ഞു വെച്ച് വേണം സഭയിൽ ഇക്കാര്യങ്ങളൊക്കെ സഭയിലാണ്. വെറും ഒരു രാഷ്ട്രീയ കവല പ്രസംഗത്തിന് വേണ്ടിയാണെങ്കിൽ ശ്രീ ദയവായി ഇത്തരം വസ്തുതകൾ കൂടി ശ്രീ സണ്ണി ജോസഫ് താങ്കളെ പോലുള്ള ഒരു നേതാവിൽ ഇല്ല ശ്രീ സണ്ണി ജോസഫ് താങ്കളെ പോലെയുള്ള ഔന്നത്യമുള്ള നേതാവാണ് താങ്കൾ. കാര്യങ്ങൾ പഠിച്ചു പറയാറുള്ള നേതാവാണ് താങ്കൾ, അറിയാമല്ലോ. അതെല്ലാം എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു നേതാവ് എന്തുകൊണ്ട് ഈ ഇൻകം ടാക്സ് അന്വേഷണത്തിന്റെ കാര്യം താങ്കൾ മറന്നുപോയി? അല്ലല്ല, ഈ കൊല്ലത്തെ സ്വാശ്രയ കരാർ സംബന്ധിച്ചാണ് ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഇതെല്ലാം പഴയ കാലത്തെ 10 കൊല്ലം മുമ്പുള്ള കാലത്തെ കാര്യങ്ങൾ. അല്ലല്ല ശ്രീ സണ്ണി ജോസഫ് താങ്കളെ പോലുള്ള ഒരു നേതാവ് എന്തിനിങ്ങനെ മറയ്ക്കണം? അതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അല്ലല്ല ശ്രീ സണ്ണി ജോസഫ്, ഈ പറയുന്ന അന്വേഷണം നിങ്ങൾ ഈ പറയുന്ന പിണറായി വിജയന്റെ കാര്യമാണ് പിടിക്കുന്നതെങ്കിൽ അതിലെ യഥാർത്ഥ മെറിറ്റിലേക്ക് നിങ്ങൾ എന്ത് ചിന്തിക്കാതെ എന്തുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നത്? അതൊരു വസ്തു, അതല്ല ഇപ്പോഴത്തെ വിഷയം. താങ്കൾ വാദം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇടപെട്ട് വസ്തുത താങ്കളെ ഓർമ്മപ്പെടുത്തി. ഇനി ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരാം. 50 കോടി രൂപയുടെ ഏകദേശം 25 നേതാക്കന്മാരും അവരുടെ മക്കളും നൽകിയ പണത്തിൻ്റെ സോഴ്സാണെങ്കിൽ 50 കോടി രൂപ ഇത് അധികാര ദുർവിനിയോഗമാണോ അല്ലയോ ശ്രീ സണ്ണി ജോസഫ്? എനിക്കറിയില്ല, ഞാൻ ഡീറ്റെയിൽസ് അറിയാതെ എനിക്ക് പറയാൻ കഴിയില്ല. നന്നായി. ശ്രീ സണ്ണി ജോസഫ് ദയവായി ഡീറ്റെയിൽസിന്റെ എല്ലാ കാര്യങ്ങളും കൈവശം വെച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ എന്തായാലും താങ്കളുടെ നേതാക്കന്മാരോട് ദയവായി വിളിച്ചു ചോദിക്കുക. 25 പേരുണ്ടല്ലോ, പട്ടിക വേണമെങ്കിൽ